ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കോഴ്സൊക്കെ കഴിഞ്ഞു അല്ലേ? ബ്രിഡ്ജ് ക്ലാസ്സൊക്കെ കണ്ട് അപ്പോൾ നമുക്കൊരു കെമിസ്ട്രിയെ കുറിച്ചൊരു ഐഡിയാസൊക്കെ കിട്ടിയില്ലേ? എത്ര ചാപ്റ്റർ ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു ചെറിയൊരു ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് +1 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. സം ബേസിക് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി. ഇപ്പം നമുക്കറിയാം കെമിസ്ട്രിക്ക് ഒരുപാട് ബ്രാഞ്ചസുകൾ ഉണ്ട് അല്ലേ? ഒരുപാട് മെനി ബ്രാഞ്ചസ് അല്ലേ? നമുക്കറിയാം, നമ്മൾ കേട്ടതും അതുവരെ ഇനി കേൾക്കാനുള്ളതുമായിട്ടുള്ള ഒരുപാട് ബ്രാഞ്ചസുകൾ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്കതിൽ ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. അതിലെ ഫസ്റ്റ് ആണ് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. ഇനോർഗാനിക് കെമിസ്ട്രി. ഓക്കെ, ഫസ്റ്റ് ഏതാ പറഞ്ഞേ? ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതാണ് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് കേട്ടോ, ഇനോർഗാനിക് കെമിസ്ട്രി. ദെൻ സെക്കൻഡ് വൺ ഓർഗാനിക് കെമിസ്ട്രി കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രി അല്ലേ? കെമിസ്ട്രി ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, അതുപോലെ ബെൻസീൻ റിലേറ്റഡ് കോമ്പൗണ്ട്, ഒരുപാട് റിയാക്ഷൻസ്, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. ഫിസിക്കൽ കെമിസ്ട്രി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റൽസ്, അതിൻ്റെ പ്യൂരിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് അതിൽ പഠിക്കുന്നത്. അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രി. നെക്സ്റ്റ് ആണ് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് കെമിസ്ട്രിക്ക്. അപ്പം അതിൽ പ്രധാനപ്പെട്ട 3 ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞ 3 കേട്ടോ. ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളെ ചാപ്റ്ററുകൾ പോവുക കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചാപ്റ്ററുകൾ നമ്മൾ മൂവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ബ്രാഞ്ചാണ് പോളിമർ കെമിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. പോളിമർ കെമിസ്ട്രി അല്ലേ? നമുക്കറിയാം പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക്കൊക്കെ നമുക്കറിയാം ഒരു പോളിമറാണ് അല്ലേ? പോളിത്തീൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് ഈഥീൻ മോണോമറുകൾ കൂടിച്ചേർന്ന കോമ്പൗണ്ടാണ് പോളിമർ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് പോളിമർ കെമിസ്ട്രി പറയുന്നത്. അതുപോലെ തന്നെ ബയോ കെമിസ്ട്രി അല്ലേ? ബയോ കെമിസ്ട്രി നമുക്കറിയാം ബയോമോളിക്യൂൾസ് എന്നുള്ളൊരു ചാപ്റ്റർ നമുക്ക് കെമിസ്ട്രിയിൽ പ്രധാനമായിട്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബയോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ മെഡിസിനൽ കെമിസ്ട്രി, നെക്സ്റ്റ് ബ്രാഞ്ചാണ് മെഡിസിനൽ കെമിസ്ട്രി കേട്ടോ. മെഡിസിനൽ കെമിസ്ട്രി നമുക്കറിയാം ഈ ഡ്രഗ്സ് ഒക്കെ മാനുഫാക്ചറിങ് നടത്തുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്, ഈ ഡ്രഗ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡി നമുക്ക് പിന്നെ സെക്കൻഡ് ഇയറിൽ തന്നെ പഠിക്കാനുണ്ട്. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഡ്രഗ്സുകളെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഓക്കെ, അതാണ് മെഡിസിനൽ കെമിസ്ട്രി. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി കേട്ടോ. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഓക്കെ, നമുക്കറിയാം കൊമേഴ്ഷ്യലായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബ്രാഞ്ചാണ് ഹൈഡ്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. ഹൈഡ്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഹൈഡ്രോ കെമിസ്ട്രി ഓക്കെ, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടർ അല്ലേ? വാട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഹൈഡ്രോ കെമിസ്ട്രി. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഹൈഡ്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒന്നാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ പ്രധാനമായിട്ടും പറയുന്നത് സെല്ലുകളെ കുറിച്ചാണ് അല്ലേ? ബാറ്ററി, സെല്ല്, ഓക്കെ, അതിനെയൊക്കെ കുറിച്ചുള്ള ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഗ്രീൻ കെമിസ്ട്രി കേട്ടോ. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിയിലുള്ള ഒരുപാട് ഹസാർഡസ് സബ്സ്റ്റാൻസുകളെ യൂസേജ് കുറയ്ക്കുക, അതിൻ്റെ റീസൈക്ലിങ് എന്നിവയെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും അതാണ് അതിൽ പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ബ്രാഞ്ചാണ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി അല്ലേ? ഫാർമസി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്? ഡ്രഗ്സ് അല്ലേ? ഡ്രഗ്സുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഡിഫറെൻറ്റ് ഇനിയും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. നാനോ കെമിസ്ട്രി, അതുപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ച് ഇനിയും ഉണ്ട് കെമിസ്ട്രിക്ക്. പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ ഇനോർഗാനിക് കെമിസ്ട്രി, സെക്കൻഡ് വൺ ഓർഗാനിക് കെമിസ്ട്രി, തേർഡ് വൺ physical chemistry, then analytical chemistry, then polymer chemistry, biochemistry, medicinal chemistry, industrial chemistry, hydrochemistry, electrochemistry, green chemistry, pharmaceutical chemistry. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്രാഞ്ചസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന്
അറിഞ്ഞിരുന്നാൽ മതി. കെമിസ്ട്രിയെ പറ്റി പഠിക്കുമ്പോൾ ഇത്രയും ശാഖകൾ, ബ്രാഞ്ചസുകൾ ഉണ്ട് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പേര് ഓർത്തിരുന്നാൽ മതി. നമുക്ക് എക്സാമിന് അങ്ങനെ ചോദിക്കൊന്നുമില്ല, ഇത്രയും ഭാഗമൊന്നും എക്സാമിന് ചോദിക്കൂല കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് മാറ്ററിനെ കുറിച്ചാണല്ലേ. മാറ്റർ അല്ലേ, എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മാറ്റർ? നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ, പ്രിപ്പറേഷൻ, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് മാറ്റർ എന്ന് പറയുന്നത്. സോറി, കെമിസ്ട്രി നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള, ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടോപ്പിക്സ് മാറ്റർ കേട്ടോ. മാറ്റർ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് തന്നെയാണ് എന്താണ് മാറ്റർ അല്ലേ. നമുക്കറിയാം മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് and can be perceived by our sense. എക്സാമ്പിൾ എയർ, വാട്ടർ, അതുപോലെ തന്നെ സ്റ്റോൺ. ഇതൊക്കെ മാറ്ററുകൾക്ക് എക്സാമ്പിൾ ആണ് അല്ലേ. മാറ്റർ എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യാൻ കുറച്ച് സ്ഥലവും നിശ്ചിത മാസുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് മാറ്റർ എന്ന് പറയാം കേട്ടോ. ഓക്കെ, മാറ്റർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, എനിത്തിങ് വിച്ച് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ആൻഡ് ക്യാൻ ബി പെർസീവ്ഡ് ബൈ അവർ സെൻസ്. ഓക്കെ, എക്സാമ്പിൾ ഏതൊക്കെയാണ്? എയർ, വാട്ടർ, സ്റ്റോൺ. അപ്പം മാറ്റർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്താണ്? സ്ഥിതി ചെയ്യാൻ കുറച്ച് സ്ഥലവും നിശ്ചിത മാസ് ഉള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമ്മൾ മാറ്റർ എന്ന് പറയും കേട്ടോ. മാറ്റർ. അപ്പം മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ മാറ്ററിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. മാറ്റർ എന്ന് പറഞ്ഞേ എനിത്തിങ് വിച്ച് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ആർ കോൾഡ് മാറ്റർ. ഇത്ര പറഞ്ഞാലും മതി കേട്ടോ. anything which occupies space and has mass are called matter and can be perceived by our senses എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അതാണ് മാറ്ററിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കേട്ടോ. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ സോളിഡ് സ്റ്റേറ്റ്, second one liquid state, third one gaseous state, fourth one plasma state, fifth one Bose-Einstein condensate, fifth one fermionic condensate, ഏറ്റവും ലാസ്റ്റ് ഒന്നാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി കണ്ടൻസേറ്റ്. അപ്പം അത്രയാണ് പ്രധാനമായിട്ടും മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാം കേട്ടോ. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാ? solid state, second one liquid state, third one gaseous state, fourth one plasma state, fifth one Bose-Einstein condensate, sixth one fermionic condensate, last one superfluidity condensate കേട്ടോ. superfluidity condensate. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ആദ്യത്തെ 3 എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ 3 എണ്ണം മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ. ഒന്ന് സോളിഡ് സ്റ്റേറ്റ്, 2 ലിക്വിഡ് സ്റ്റേറ്റ്, 3 ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അതേക്കുറിച്ച് മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സുകൾ ഓർത്ത് വെക്കുക. ഒന്ന് സോളിഡ്, 2 ലിക്വിഡ്, 3 ഗ്യാഷ്യസ്. ഓക്കെ, ഫോർത്ത് വൺ പ്ലാസ്മ, ഫിഫ്ത്ത് വൺ Bose-Einstein condensate, സിക്സ്ത് വൺ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ സൂപ്പർ ഫ്ലൂയിഡിറ്റി കണ്ടൻസേറ്റ് കേട്ടോ. സൂപ്പർ ഫ്ലൂയിഡിറ്റി കണ്ടൻസേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാം കേട്ടോ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ഭാഗത്ത് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചാപ്റ്ററിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ എങ്കിൽ കൂടി ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞ് നമുക്ക് ഓരോ ചാപ്റ്ററും ഇങ്ങനെ എടുത്തു പോകും. ഓക്കെ, മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഭാഗമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ കേട്ടോ. ശരിക്കും മാറ്ററിനെ പ്രധാനമായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. അതിൽ ഫസ്റ്റ് ഒന്നാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തതാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ മാറ്ററിൻ്റെ പ്രധാനമായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് വൺ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ എടുക്കുന്ന ഭാഗങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ,
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് മനസ്സിൽ കൊണ്ടുവച്ച് നടക്കരുത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാറ്ററിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് വൺ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി എന്താണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, എന്താണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് കേട്ടോ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമുക്ക് ആദ്യം പഠിക്കുക. ഓക്കെ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ മാറ്ററുകളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് സോളിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ സോളിഡ്. ഓക്കെ, ഒന്നാമത്തതാണ് സോളിഡ്. ഓക്കെ, ഫസ്റ്റ് വൺ സോളിഡ്സ്, സെക്കൻഡ് വൺ ലിക്വിഡ്സ്, തേർഡ് വൺ ഗ്യാസസ്. ഓക്കെ, ഫസ്റ്റ് വൺ സോളിഡ്സ്, സെക്കൻഡ് വൺ ലിക്വിഡ്സ്, തേർഡ് വൺ ഗ്യാസസ്. ഇത്രയും ഭാഗമാണ് നമുക്ക് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാം കേട്ടോ. സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. ഓക്കെ, ഇനി നമുക്കറിയാം സോളിഡ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ലിക്വിഡ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഗ്യാസസിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കട്ടോ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ബേസിൽ മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. ഓക്കെ, അപ്പോൾ പ്ലാസ്മ, ബോസൈൻസിൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡിറ്റി കണ്ടൻസേറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഹയർ സ്റ്റഡീസിൽ നമ്മൾ പഠിക്കും കേട്ടോ. നമുക്ക് ഇപ്പോൾ പ്ലസ് വണ്ണിൽ ഈ മൂന്നെണ്ണം മാത്രമേ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ. അതിൽ തന്നെ ലിക്വിഡ്സും അതുപോലെ തന്നെ ഗ്യാസസും മാത്രമേ നമുക്ക് ഫസ്റ്റ് ഇയറിൽ പ്രധാനമായിട്ടും ഡീപ്പായിട്ട് പഠിക്കാനുള്ളൂ. സോളിഡ്സിനെ കുറിച്ച് നമ്മൾ സെക്കൻഡ് ഇയറിലുള്ള ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് സെക്കൻഡ് ഇയറിൽ ആദ്യത്തെ ചാപ്റ്ററിൽ സോളിഡ്സിനെ കുറിച്ച് പഠിക്കും കേട്ടോ. ലിക്വിഡ്സിനെ കുറിച്ചും ഗ്യാസസിനെ കുറിച്ചും നമ്മൾ പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഫ്ത്ത് ചാപ്റ്ററിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ഭാഗത്ത് ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസും ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസും ആണ് മെയിനായിട്ട് നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാൻ പോകുന്നത് അല്ലേ. സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡ്സ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും, ഡെഫിനിറ്റ് മാസ് ഉണ്ടാവും, ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും അല്ലേ. അതാണ് സോളിഡ്സിൻ്റെ ഒന്നാമത്തെ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ കല്ല് അല്ലേ, സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു സോളിഡ്സ് ആണ് അല്ലേ. അതിനെന്തുണ്ട്, ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് സോളിഡ്സിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക, സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ്. അതാണ് സോളിഡ്സിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. റെഡിയാണോ മക്കളെ? ക്യാച്ച് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ആദിൽ അഷ്റഫ്. ഓക്കെ, അപ്പോൾ സോളിഡ്സിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടീസാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ ഇപ്പം തന്നെ ജസ്റ്റ് പഠിച്ചു പോവാം കേട്ടോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കൂല, പക്ഷേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം, സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടി ആണെന്നുള്ള കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ ടൈറ്റ്ലി പാക്ക്ഡ് കേട്ടോ. ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ ടൈറ്റ്ലി പാക്ക്ഡ്. എന്താ ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പറഞ്ഞാൽ? കോൺസ്റ്റന്റ് അതുണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസ് നമുക്കറിയാം. മാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ആറ്റംസ് ആവാം കേട്ടോ, അല്ലെങ്കിൽ അയോൺസ് ആവാം. ഓക്കെ, അതും അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. ഓക്കെ, ഈ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന് അതിനെ ചേർത്ത് പറയുന്ന പേരാണ് എന്തെന്നറിയാം, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആറ്റംസ് ആവാം, അയോൺസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും എന്നറിയോ? ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും കേട്ടോ. ക്ലോസ്ലി പാക്ക്ഡ്. ഓക്കെ, ക്ലോസ്ലി പാക്ക്ഡ് അല്ലെങ്കിൽ ടൈറ്റ്ലി പാക്ക്ഡ് എന്ന് പറയാം കേട്ടോ. ടൈറ്റ്ലി പാക്ക്ഡ്. ഓക്കെ അല്ലേ. അപ്പോൾ ദി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ ടൈറ്റ്ലി പാക്ക്ഡ്. അപ്പോൾ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റർ എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെയാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം.
ഓക്കെ, അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ആർ ഷോർട്ട് അല്ലേ. അപ്പോൾ പാർട്ടിക്കിൾസ് ശരി കേട്ടോ, പാർട്ടിക്കിൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഷോർട്ടായിരിക്കും കേട്ടോ. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഷോർട്ടായിരിക്കും. അതാണ് ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ. എന്നാൽ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ സ്ട്രോങ്. അപ്പോൾ അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. അപ്പോൾ ടൈറ്റ്ലി പാക്ഡ് അല്ലേ, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള മോളിക്കുലാർ ഫോഴ്സ്, ഇപ്പോൾ രണ്ട് പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, വളരെ സ്ട്രോങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഫോർത്ത് പ്രോപ്പർട്ടീസ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് വെച്ചാൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സഡ് പൊസിഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പറഞ്ഞാൽ ആറ്റംസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പാർട്ടിക്കിൾസിനൊരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഫിക്സഡ് പൊസിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫിക്സഡ് പൊസിഷൻ ഉണ്ടായിരിക്കും. അതാണ് സോളിഡ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ദേ ക്യാൻ ഓസിലേറ്റ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റൊട്ടേഷൻ അല്ലേ, റൊട്ടേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, അതൊരു ഫിക്സഡ് പൊസിഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓസിലേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഫിക്സഡ് പൊസിഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഓസിലേറ്റ് ചെയ്യുള്ളൂ, റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അതാണ് ഓസിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓസിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ് അല്ലേ. എന്താ റിജിഡ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കട്ടിങ് ആനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് സോളിഡ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇൻകംപ്രസിബിൾ ആണ്. സെക്കൻഡ് ലാസ്റ്റ് ദേ ക്യാൻ ഓസിലേറ്റ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻ അല്ലേ, അതാണ്. അതെന്താന്ന് വെച്ചാലേ ഇപ്പോൾ ഇപ്പോൾ ഗ്യാസിയസ് മോളിക്യൂൾ നമ്മളൊരു വെസൽസിൽ എടുത്തു കഴിഞ്ഞാലേ ഈ ഗ്യാസസ് മോളിക്യൂൾസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്ക് ആയിരിക്കും. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മൂവ് ചെയ്യും. മനസ്സിലാവുണ്ടോ? അതിനൊരു ഫിക്സഡ് ഡയറക്ഷൻ ഉണ്ടാവില്ല. എന്താ കാരണം? മോളിക്യൂൾസ് തമ്മിൽ ക്ലോസ്ലി പാക്ഡ് അല്ല. ഞാൻ ഗ്യാസസിൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. മോളിക്യൂൾസ് തമ്മിൽ ക്ലോസ്ലി പാക്ഡ് അല്ല. 1 2 ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും. അപ്പോൾ അത് ആ വെസൽസിൽ എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെ അത് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ സോളിഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിനൊരു മീൻ പൊസിഷൻ ഉണ്ടാവും. അതിനെന്തുണ്ടാവും, ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ടാവും. അതിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് മൂവ് ചെയ്യുള്ളൂ. മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതങ്ങനെ പറന്ന് നടക്കും എന്നല്ല അതിൻ്റെ മീനിങ്. എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യൂല, അത് പറന്ന് നടക്കൂല. പക്ഷെ ഗ്യാസസിൻ്റെ കേസ് അങ്ങനെയല്ല. ലിക്വിഡ്സ് ഇപ്പോൾ ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ വോളിയം എത്ര ഉണ്ടോ അവിടേക്കൊക്കെ എന്ത് ചെയ്യും, ആ ലിക്വിഡ് മൂവ് ചെയ്യും അല്ലേ. ലിക്വിഡ് മൂവ് ചെയ്യും. പക്ഷെ സോളിഡ് അങ്ങനെയല്ല. സോളിഡ് വെച്ചുകൊടുത്ത് അവിടെ തന്നെ ഉണ്ടാവും. എവിടെയാണോ വെച്ചത് അവിടെ തന്നെ അത് ഫിക്സ്ഡ് ആയിട്ടുണ്ടാവും. അത് ഓസിലേറ്റ് ചെയ്യൂല, വൈബ്രേറ്റ് ചെയ്യൂല, റൊട്ടേറ്റ് ചെയ്യൂല എന്നാണ് മീനിങ്. ക്ലിയർ? ഓക്കെ. അത് സിമ്പിളാണ്, വളരെ സിമ്പിൾസ് ആയിട്ട്. അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഈ പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്റർ എന്നുള്ള നിലയിൽ അതൊക്കെ നമ്മൾ പഠിക്കാൻ ബാധ്യസ്ഥരാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ലാസ്റ്റ് പോയിന്റ് ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. എന്താ ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ? കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അമർത്തിയാൽ എന്താവും, അമരുമോ? ഇല്ല, പറ്റൂല കേട്ടോ. ഇൻകംപ്രസിബിൾ ആണ്. അതുപോലെ തന്നെ റിജിഡ് ആണ്. എന്താ റിജിഡ് സ്ട്രോങ് ആണ്. കുറച്ച് കട്ടിങ് കനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോഫ്റ്റ് അല്ല സാധനം, സോളിഡ് കേട്ടോ. ഓക്കെ, കുറച്ച് കട്ടിങ് കനം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് സോളിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളൂ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് ഇനി ഏറ്റവും ചെറിയ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ കൂടി മനസ്സിൽ ഡൗട്ട് വെച്ച് കൊണ്ട് നടക്കരുത്. അപ്പോൾ ക്ലിയർ ചെയ്ത് പോവാട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ. ഒരു ഹാഫ് മിനിറ്റ് തരാം, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ കേട്ടോ. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ മക്കളെ? ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്സ് ഏതായിരിക്കും പറഞ്ഞേ?
നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്സ് ഏതായിരിക്കും? ലിക്വിഡ്സ്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് പറഞ്ഞേ, കാണാതെ പറഞ്ഞേ, എന്നിട്ട് നമുക്ക് അതിലോട്ട് പോവാം. നിങ്ങൾക്ക് അറിയുന്ന പോയിന്റുകളൊക്കെ ഒന്ന് പറഞ്ഞേ, ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്. അതെ, ഷേപ്പ് ഉണ്ടാവോ? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവോ? ഇല്ല. ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് ഉണ്ടാവുക അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു 10 ലിറ്ററിൻ്റെ കണ്ടെയ്നർ എടുത്താൽ അതിൻ്റെ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ഏതാണോ അത് ചതുരാണെങ്കിൽ ചതുരം അല്ലേ, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, അല്ലെങ്കിൽ സ്ഫിയർ ആണെങ്കിൽ സ്ഫിയർ, അതിൻ്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡ്സ് ഉണ്ടാവുക. അപ്പോൾ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. വോളിയം ഉണ്ടാവുമോ? ഡെഫിനിറ്റ് ആ വോളിയം ഉണ്ടാവും അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ 2 ലിറ്റർ വെള്ളം, 2 ലിറ്റർ വാട്ടർ അല്ലേ, 2 ലിറ്റർ ലിക്വിഡ് എന്ത് ചെയ്തു, ഒരു വെസൽസിൽ എടുത്തു അല്ലേ. അപ്പോൾ വെസൽസിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ലിറ്റർ ആണെന്ന് വെക്കാം. വെസൽസിൻ്റെ കപ്പാസിറ്റി എത്ര ആയിക്കോട്ടെ, നമ്മൾ 2 ലിറ്റർ ലിക്വിഡാണ് ഒഴിച്ചതെങ്കിൽ ആ 2 ലിറ്ററിനെ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അതിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട് എന്നർത്ഥം അല്ലേ. ഡെഫിനിറ്റ് വോളിയം ഉണ്ട് അല്ലേ. ഇനി ഡെഫിനിറ്റ് മാസ് ഉണ്ടാവുമോ? ഡെഫിനിറ്റ് മാസ് ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലേ. എന്താ കാരണം? ആ 2 ലിറ്ററിൻ്റെ മാസ് എത്രയാണോ അതന്നെ ആയിരിക്കും അല്ലേ. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, അത് മാറൂല. ഓക്കെ, അപ്പോൾ ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ബട്ട് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ. ഡെഫിനിറ്റ് ഷേപ്പ് ലാസ്റ്റ് വോളിയം മാസ് ഉണ്ടാവും കേട്ടോ, വോളിയം മാസ് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞേ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ക്ലോസ്ലി പാക്ഡ് ആണോ അതോ ലൂസ്ലി പാക്ഡ് ആണോ? കമ്പാരിറ്റീവ്ലി സോളിഡ്സ് അല്ലേ, സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൂസ്ലി പാക്ഡ് ആണ് അല്ലേ. സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ, പക്ഷേ ഗ്യാസസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൂസ്ലി പാക്ഡ് അല്ല, ശരിയല്ലേ. ഓക്കെ, സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്ലോസ്ലി പാക്ഡ് അല്ല, എന്നാൽ ഗ്യാസസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൂസ്ലി പാക്ഡും അല്ല. അപ്പോൾ ഇന്റർമീഡിയറ്റ് എന്ന് പറയാം അല്ലേ, അല്ലേ. സോളിഡ്സിൻ്റെ ഗ്യാസസിൻ്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് അവിടെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെന്റ് അല്ലേ. പിന്നെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ആ കമ്പാരിറ്റീവ്ലി സോളിഡ്സിനെക്കാട്ടിലും എന്തല്ല, സോളിഡ്സിൻ്റെ അത്ര തന്നെ ഡിസ്റ്റൻസ് ഷോർട്ട് അല്ല, കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ. പക്ഷേ ഗ്യാസസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കുറവാകും ചെയ്യും അല്ലേ. അതെ, സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കുറച്ച് ലോങ് ആയിരിക്കും, അതുപോലെ തന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് കുറച്ച് വീക്ക് ആയിരിക്കും കമ്പയർഡ് ടു സോളിഡ് കേട്ടോ. എന്നാൽ കമ്പയർഡ് ടു ഗ്യാസസ് ആകുമ്പോൾ നേരെ തിരിച്ച്. ഓക്കെ, കുറച്ച് സ്ട്രോങ് ആയിരിക്കും, ഫോഴ്സ് കുറച്ച് സ്ട്രോങ് ആയിരിക്കും, ഡിസ്റ്റൻസ് കുറച്ച് ഷോർട്ട് ആയിരിക്കും. ഇനി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സഡ് പൊസിഷൻ ഉണ്ടാവുമോ? ഇല്ല. എന്താ കാരണം? ലിക്വിഡ് അതങ്ങനെ പരന്ന് നടക്കൂലേ. പരന്ന് നടക്കും. ഇപ്പോൾ ലിക്വിഡ്സ് നമ്മളൊരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാലേ അതങ്ങനെ എത്രയാണോ പാത്രമുള്ള അതിലങ്ങനെ ഫ്ലോ ചെയ്യും അല്ലേ. അതായത് ലിക്വിഡ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി അല്ലേ, ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി, അതങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ സോളിഡ് അങ്ങനെയല്ല. സോളിഡ് ഒരു സ്ഥലത്ത് വെച്ചാൽ അത് അവിടെ അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കും, ഫ്ലോ ചെയ്യൂല. ചെയ്യോ? ഇല്ല. അപ്പം നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് കിടക്കാം അല്ലേ. ഫസ്റ്റ് പ്രോപ്പർട്ടി, ലിക്വിഡ്സ് ആർ നോട്ട് റിജിഡ്. റിജിഡ് ആണോ? അല്ല. ലിക്വിഡ്സ് ആർ നോട്ട് റിജിഡ് ബട്ട് ഹാവ് ഡെഫിനിറ്റ് വോളിയം അല്ലേ. റിജിഡ് അല്ല, കട്ടിങ് കനം കുറവായിരിക്കും, പക്ഷേ എന്തുണ്ട്? ഡെഫിനിറ്റ് വോളിയം ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ്, ദേ ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. അതുപോലെ തന്നെ റിജിഡ് അല്ല കേട്ടോ, റിജിഡ് അല്ല. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, ദേ ടേക്ക് ദി ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ പ്ലേസ്ഡ് അല്ലേ. അപ്പോൾ ലിക്വിഡ്സിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ലിക്വിഡ്സ് എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് തന്നെയായിരിക്കും ലിക്വിഡ്സിന് ഉണ്ടാവുക. സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ അല്ലേ, അതുപോലെ സ്ഫിയർ ആണെങ്കിൽ സ്ഫിയർ ഷേപ്പ്, റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഷേപ്പ്, അങ്ങനെ ഏത് കണ്ടെയ്നറിലാണോ കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് നമുക്ക് ലിക്വിഡ്സിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ദി കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ ലൂസ്ലി പാക്ഡ് കേട്ടോ. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? ലൂസ്ലി പാക്ഡ് കമ്പയർ ടു സോളിഡ്. സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് ഒക്കെ ലൂസ്ലി പാക്ഡ് ആയിരിക്കും ആവാട്ടോ, ലൂസ്ലി പാക്ഡ്. ഓക്കെ, അപ്പോൾ ലൂസ്ലി പാക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു വെസൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പാർട്ടിക്കിൾ, ഇതൊരു പാർട്ടിക്കിൾ, ഇതൊരു പാർട്ടിക്കിൾ, അങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് പാർട്ടിക്കിൾ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, കുറച്ച് ലൂസായിട്ടാണ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക, അതാണ് പറയുന്നത് കേട്ടോ, ലൂസ്ലി പാക്ഡ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുന്നത്? ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് വിൽ ബി ലാർജ്
ആസ് കമ്പയർഡ് ടു സോളിഡ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിനാണ് സംഭവം കേട്ടോ. അപ്പോൾ ഈ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നതല്ലേ, രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ലാർജ് ആയിരിക്കും കമ്പയർഡ് ടു സോളിഡ്. സോളിഡിന്റെ കേസിൽ രണ്ടെണ്ണം അടീച്ചലുള്ളത്, അപ്പോൾ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് സ്ട്രോങ് ആയിരിക്കും. എന്നാൽ ഇവിടെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും കേട്ടോ കമ്പയർ ടു സോളിഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ വീക്ക് കമ്പയർഡ് ടു സോളിഡ്. അതായത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും കേട്ടോ. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും. എത്ര ടൈപ്പ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഉണ്ടെന്ന് അറിയോ? ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയോ? ഏതൊക്കെ? അതിൽ നമുക്ക് പ്രധാനമായിട്ടും 4 എണ്ണമാണ് പഠിക്കാനുള്ളത് കേട്ടോ. 4 ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അത് നമ്മൾ 5th ചാപ്റ്ററിൽ പഠിക്കുമെങ്കിലും ചെറിയൊരു ഐഡിയ ഉണ്ടായിക്കോട്ടെ. ഒന്ന് ഡൈപോൾ ഇന്ററാക്ഷൻ കേട്ടോ. ഡൈപോൾ ഇന്ററാക്ഷൻ, അതാണ് ഒന്നാമത്തെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തേതാണ് ഏതെന്നറിയോ? ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ കേട്ടോ. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ കേട്ടോ. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ. മൂന്നാമത്തേതാണ് ലണ്ടൻ ഫോഴ്സ് കേട്ടോ. ലണ്ടൻ ഫോഴ്സ്, അതിന്റെ വേറൊരു പേരാണ് ഡിസ്പെർഷൻ ഫോഴ്സ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പെർഷൻ ഫോഴ്സ്. ദെൻ ഫോർത്ത് ഒന്നാണ് ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ടും 4 ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ 5th ചാപ്റ്ററിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട. ആ സമയത്ത് നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കും കേട്ടോ. ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്നുള്ള ഭാഗത്ത് വളരെ ഡീപ്പായിട്ട് പഠിക്കും. അപ്പോൾ ഏതൊക്കെയാണ് 4 ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞേ? ഫസ്റ്റ് വൺ ഡൈപോൾ ഇന്ററാക്ഷൻ. സെക്കൻഡ് വൺ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ. തേർഡ് വൺ ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പെർഷൻ ഫോഴ്സ്. ലാസ്റ്റ് വൺ ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ട്. ഇത് മുന്നേ പഠിച്ചിട്ടുണ്ടോ? മുന്നേ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ നെയിമെങ്കിലും ഒന്ന് പഠിച്ചു കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ള ടോപ്പിക്സ് തന്നെയാണ് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. ഡിഫറെൻറ്റ് ടൈപ്സ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് കേട്ടോ. ഫസ്റ്റ് വൺ ഡൈപോൾ ഇന്ററാക്ഷൻ. സെക്കൻഡ് വൺ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ. തേർഡ് വൺ ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പെർഷൻ ഫോഴ്സ്. ലാസ്റ്റ് വൺ ഹൈഡ്രജൻ ബോണ്ട്. റെഡി അല്ലേ? ഹൈഡ്രജൻ ബോണ്ട്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കട്ടോ. ദി റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ സോളിഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫ്യൂഷൻ അല്ലേ? മിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലേ? സോളിഡ്സിന് മിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഉണ്ടോ? 2 സോളിഡ്സ് വന്നാൽ മിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ ലിക്വിഡ്സിന് ഡിഫ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, കമ്പയർഡ് ടു സോളിഡ് കേട്ടോ. സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്, പക്ഷേ ഗ്യാസസിനെ കമ്പയർ ചെയ്യുമ്പോൾ മിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ് കേട്ടോ. ഓക്കെ, ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് ഡിഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത്രയാണ് ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാം കേട്ടോ. പ്രധാനമായിട്ടും ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിക്കാം. അപ്പോൾ ഒരു ഹാഫ് മിനിറ്റ് ഒന്ന് വായിച്ച് നോക്കൂ കേട്ടോ. ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടി, ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയേ. നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. നിങ്ങൾ 10th പഠിച്ചിട്ട് ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാത്തുണ്ടാവും. അതൊക്കെ ഡൗട്ട്സ് ചോദിക്കാം കേട്ടോ. നോ പ്രോബ്ലം. ഓക്കെ, ഏത് ടോപ്പിക്സ് വേണമെങ്കിലും ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നെക്സ്റ്റ് ടോപ്പിക് ഏതാ? നിങ്ങൾ തന്നെ പറഞ്ഞേ. നെക്സ്റ്റ് ടോപ്പിക് ഏതാ നമ്മൾ പഠിക്കാൻ പോകുന്നത്? പറയൂ. നെക്സ്റ്റ് ടോപ്പിക് ഏതായിരിക്കും? ഇപ്പോൾ സോളിഡ് പറഞ്ഞു, ലിക്വിഡ് പറഞ്ഞു. ഓക്കെ, ഗ്യാസസ് അല്ലേ? മുഹമ്മദ് ഹാസിർ, ഗുഡ്. ഗ്യാസസ്. അപ്പോൾ ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ കാണാതെ തന്നെ ഒന്ന് പറഞ്ഞേ. സ്ക്രീൻ ഷെയർ ചെയ്യാതെ തന്നെ ഒന്ന് പറഞ്ഞേ. ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞേ. ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവുമോ? ഇല്ല. ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവുമോ? നോ. ഡെഫിനിറ്റ് മാസ് ഉണ്ടാവുമോ? മാസ് ഉണ്ടാവൂലേ? ഉറപ്പാ? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും.
ഓക്കെ, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവില്ല. ഓക്കെ, ഗുഡ്. ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവില്ല. ഗുഡ്. ഡെഫിനിറ്റ് മാസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണോ? ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച്. ഇപ്പൊ 2 ലിറ്റർ ഗ്യാസ്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പോയിന്റും ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സർ ഒന്നും കൂടെ പറയാൻ പറഞ്ഞാൽ മതി, ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരും കേട്ടോ. ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി കേട്ടോ, ഫസ്റ്റ് പ്രോപ്പർട്ടി, ഗ്യാസസ് ഹാവ് നെയ്തർ ഡെഫിനിറ്റ് ഷേപ്പ് നോർ ഡെഫിനിറ്റ് വോളിയം. എന്ന് വെച്ചാൽ എന്താ? നെയ്തർ ഡെഫിനിറ്റ് ഷേപ്പ് നോർ ഡെഫിനിറ്റ് വോളിയം. ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല, ഡെഫിനിറ്റ് വോളിയവും ഇല്ല. റെഡി അല്ലേ? ഗ്യാസസ് ഹാവ് നെയ്തർ ഡെഫിനിറ്റ് ഷേപ്പ് നോർ ഡെഫിനിറ്റ് വോളിയം. ഷേപ്പും ഇല്ല, വോളിയം ഇല്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ള കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട് ഫ്രം വൺ അനദർ. പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും പറഞ്ഞേ? പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? ഒരു വെസൽസിൽ, ഒരു പാത്രത്തിൽ നമ്മൾ പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക അല്ലേ? നല്ല ഡിസ്റ്റൻസിലായിരിക്കും പാർട്ടിക്കിൾസ് ഉണ്ടാവുക. ഓക്കെ, നല്ല ഡിസ്റ്റൻസിലായിരിക്കും പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അതാണ് ഫാർ എന്ന് പറയുന്നത് കേട്ടോ. ഫാർ എന്ന് പറയുന്നത്. ഓക്കെ, ഫാർ. ദെൻ ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ആർ വെരി ലാർജ് അല്ലേ? അപ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ് അല്ലേ? സോളിഡ് ആകുമ്പോൾ ക്ലോസ്ലി പാക്ഡ് ആണ്, ലിക്വിഡ് ആകുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവും അല്ലേ? ഗ്യാസസ് ആകുമ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും, പാർട്ടിക്കിൾ തമ്മിൽ ലാർജ് ഡിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത് കേട്ടോ. തേർഡ് പോയിന്റ് പറയുന്നത് റെഡി അല്ലേ? ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ വളരെ വീക്കായിരിക്കും. ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ വളരെ വീക്കായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ 4 ഫോഴ്സസ് പറഞ്ഞില്ലേ? 4 ഫോഴ്സസ് പറഞ്ഞില്ലേ? അതിൽ ലണ്ടൻ ഫോഴ്സാണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് കേട്ടോ. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ഡിസ്പെർഷൻ ഫോഴ്സ് പറയുന്നത്. ഇപ്പോൾ ഗ്യാസസ് മോളിക്യൂൾസിലൊക്കെ പ്രധാനമായിട്ടും അങ്ങനത്തെ ഫോഴ്സുകളാണ് ഉണ്ടാവും കേട്ടോ. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും കേട്ടോ, വളരെ വീക്കായിരിക്കും. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. എന്താ കംപ്രസിബിൾ മക്കളെ? കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അമർത്തിയാൽ നല്ലോണം അമരും അല്ലേ? അതായത് പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്യാസസിൻ്റെ വോളിയം കുറയും അല്ലേ? പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്യാസസിൻ്റെ വോളിയം കുറയും. ഇപ്പോൾ ഒരു പാത്രത്തിൽ, ശരി കേട്ടോ, ഒരു വെസൽസിൽ എന്ത് ചെയ്യാന്നറിയോ? ഗ്യാസസ് മോളിക്യൂൾസ് എടുക്കുക കേട്ടോ. ഗ്യാസസ് മോളിക്യൂൾസ് എടുക്കുക. അപ്പോൾ ഇതൊരു 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു വെസലാണ് നോക്കുക. അപ്പോൾ ഇതിൽ കുറേ ഗ്യാസസ് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. വോളിയം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഈ വെസൽസിൻ്റെ കപ്പാസിറ്റി കുറക്കുക. കപ്പാസിറ്റി കുറക്കുക എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ ഉള്ളത് 8 ലിറ്റർ ആക്കിയിട്ട് ചുരുക്കുക. ഓക്കെ, 8 ലിറ്റർ ആക്കിയിട്ട് ചുരുക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? എന്താ സംഭവിക്കുക? ആ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും? ചുരുങ്ങും അല്ലേ? കംപ്രസ് ചെയ്യും, 8ലേക്ക് ചുരുങ്ങും, ഇവിടെ വന്നിട്ട് ഒക്കുപ്പ് ചെയ്യും. ഇനി വീണ്ടും അവിടെ വെസൽസിൻ്റെ കപ്പാസിറ്റി കുറച്ചാൽ 8 6 അത് വീണ്ടും ചുരുങ്ങും, 4 വീണ്ടും ചുരുങ്ങും. അപ്പോൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ വോളിയം കുറയും. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഓക്കെ, പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം കുറയും. അതൊരു ലോ ആണ്. ഓക്കെ, ബോയിൽസ് ലോ എന്ന് പറയുന്നൊരു ലോ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കും കേട്ടോ, വേറെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. കംപ്രസ് ചെയ്യാനുള്ള, ചുരുങ്ങാനുള്ള കഴിവുണ്ട് കേട്ടോ. ചുരുങ്ങാനുള്ള കഴിവുണ്ട്. അമർത്തിയാൽ അത് ചുരുങ്ങിപ്പോകും. അതാണ് ഹൈലി കംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഹൈലി കംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഗ്യാസസ് എക്സേർട്ട് പ്രഷർ ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. പ്രഷർ എന്ത് ചെയ്യും? എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെ എക്സേർട്ട് ചെയ്യും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പോയിന്റ് പറഞ്ഞില്ലേ നേരത്തെ? എന്താ സംഭവം? ഗ്യാസസ് മോളിക്യൂൾസ് ആകെ പാറി പറന്ന് നടക്കായിരിക്കും അല്ലേ? അത് എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെ എന്ത് ചെയ്യും? പ്രഷറിനെ എക്സേർട്ട് ചെയ്യും. എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെ പ്രഷറിന് എന്ത് ചെയ്യും? എക്സേർട്ട് ചെയ്യും. അതാണ് പറയുന്നത്. ഗ്യാസസ് മോളിക്യൂൾസ് ആ വെസൽസിൻ്റെ ഉള്ളിൽ ആകെ പാറി പറന്ന് നടക്കുകയായിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഗ്യാസസ് ഹാവ് ലോവർ ഡെൻസിറ്റി ദാൻ സോളിഡ് ആൻഡ് ലിക്വിഡ് അല്ലേ?
ഡെൻസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ സോളിഡിനെയും ലിക്വിഡ്സിനെയും അപേക്ഷിച്ച് എന്തായിരിക്കും? ഡെൻസിറ്റി വളരെ കുറവായിരിക്കും കേട്ടോ. ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. എന്താ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് മാസ് ബൈ വോളിയം. അപ്പൊ ഗ്യാസസിന് എന്ത് കുറവാണ്? ഡെൻസിറ്റി കുറവാണ് കേട്ടോ. ഗ്യാസസിന് എന്ത് കുറവാണ്? ഡെൻസിറ്റി കുറവാണ് കേട്ടോ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം കേട്ടോ. മാസ് ബൈ വോളിയം. ഓക്കെ അല്ലേ? ഡെൻസിറ്റി മാസ് ബൈ വോളിയം കേട്ടോ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക. അവസാനത്തെ പ്രോപ്പർട്ടി, ഗ്യാസസ് മിക്സ് ഈവൻലി ആൻഡ് കംപ്ലീറ്റ്ലി ഇൻ ഓൾ പ്രൊപ്പോർഷൻ വിത്തൗട്ട് എനി മെക്കാനിക്കൽ എയ്ഡ്. ഒരു കെമിക്കൽ ഒരു അപ്പാരറ്റസിൻ്റെ സഹായം ഇല്ലാതെ ഗ്യാസസ് മോളിക്യൂൾസിന് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. കംപ്ലീറ്റ് മിക്സ് ചെയ്യാൻ പറ്റും. ഒരു മെക്കാനിക്കൽ എയ്ഡിൻ്റെയും സഹായമില്ലാതെ ഗ്യാസസ് മോളിക്യൂൾസിന് എന്ത് ചെയ്യാം? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏത് പ്രൊപ്പോർഷനിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ സോളിഡ്സിനെ, ലിക്വിഡ്സിനെ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? മെക്കാനിക്കൽ എയ്ഡിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് എന്താക്കാൻ പറ്റില്ല? മിക്സ് ചെയ്യാൻ പറ്റില്ല. അതാണ് അവസാനത്തെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, എക്സാമിന് അങ്ങനെ ചോദിക്കൊന്നുമില്ല ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടി. എന്താണെന്ന് വെച്ചാൽ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് ഗ്യാസിൻ്റെ, ലിക്വിഡിൻ്റെ, അതുപോലെ സോളിഡ്സിൻ്റെ ഒക്കെ പ്രോപ്പർട്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് വായിച്ച് നോക്കി. ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഏതെങ്കിലും പോയിന്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഒരു ഹാഫ് മിനിറ്റ് തരാം, ഒന്ന് വായിച്ച് നോക്കൂ കേട്ടോ. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി വോയിസ് വിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജ് വിട്ടാലും മതി കേട്ടോ. ഏതെങ്കിലും അതായത് ഇപ്പോൾ ഗ്യാസസ്, ഇപ്പോൾ രണ്ട് സോളിഡ് എടുക്കുക. ഓക്കെ, രണ്ട് സോളിഡ് എടുക്കുക. ഫോർ എക്സാമ്പിൾ രണ്ട് സ്റ്റോൺ എടുക്കുക. ഓക്കെ, രണ്ട് സ്റ്റോൺ. ഇതിനെ നമുക്ക് ഒരു ടൂൾസിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഇതിനെ മിക്സ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ കരിങ്കല്ലിനെ നമുക്ക് രണ്ടാക്കിയിട്ട് മാറ്റണം. മനസ്സിലാവുണ്ടോ? വലിയ കരിങ്കല്ലൊക്കെ പൊട്ടിക്കണ കണ്ടിട്ടില്ലേ? അവിടെയൊക്കെ നമ്മൾ ഒരുപാട് മെക്കാനിക്കൽ എയ്ഡുകൾ ഉപയോഗിക്കൂലേ? എന്താ ഉപയോഗിക്കുക? കംപ്രസർ ഉപയോഗിക്കും അതിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഉപയോഗിക്കൂലേ? ഉപയോഗിക്കും. ഇനി സെപ്പറേറ്റ് ചെയ്തെടുത്ത രണ്ട് കല്ലാന്ന് നോക്കുക. അത് രണ്ട് കല്ലാണ്. ഇതിനെ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മിക്സ് ആവുമോ? ഒരിക്കലും ആവൂല. മിക്സ് ആവോ? ആവൂല. പക്ഷെ മിക്സ് ആവും. എപ്പോ? അതിന് ചില അപ്പാരറ്റസുകളുണ്ട്. അപ്പാരറ്റസുകൾ ഉപയോഗിച്ച് അതിനെ പൊടിച്ചിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് പിന്നെ സോളിഡ് ആക്കിയിട്ട് മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അതിൻ്റെ പിന്നിൽ. കുറച്ച് പ്രോസസ്സ് ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ. പക്ഷെ ഗ്യാസസ് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഒരു വെസൽസിൽ ഹൈഡ്രജൻ ഗ്യാസും H2 ഗ്യാസും എടുക്കുക, ഓക്സിജൻ ഗ്യാസും എടുക്കുക. ഇത് രണ്ടും ഒരു വെസൽസിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ അതിന് ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല. അത് ഓൾറെഡി മിക്സ് ആയിക്കോളും, കമ്പൈൻ ചെയ്തോളൂ. മനസ്സിലാവുണ്ടോ? കൂടി ചേർന്നോളൂ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതിന് മെക്കാനിക്കൽ എയ്ഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താലേ വാട്ടർ കിട്ടൂലേ? അതവിടെ ഓട്ടോമാറ്റിക്കലി ആരുടെ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പില്ലാതെ നടന്നോളും എന്നർത്ഥം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഗുഡ്. റിൻഷാഷറിൻ എസ് വഫറിന് ഓക്കെ. ലണ്ടൻ ഫോഴ്സേ ലോകത്തുള്ള ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് കേട്ടോ. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദി വേൾഡ് കേട്ടോ. ഉമൈസ റെഡിയാണോ? ഓക്കെ, വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദി വേൾഡ് കേട്ടോ. ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പെർഷൻ ഫോഴ്സ് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം കേട്ടോ. ഓരോന്നും എന്താണ്, എങ്ങനെയാണ് അത് ഫോഴ്സ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 5th ചാപ്റ്ററിലാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ തന്നെ കാണാതെ പഠിക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കുറിച്ചിടുക, അത്ര മതി അതിൽ കേട്ടോ. എല്ലാ പോയിന്റും പഠിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് സോളിഡ്സിൻ്റെ, ലിക്വിഡ്സിൻ്റെ, ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണോ? നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഒരു പിക്ചർ കണ്ടോ? സോളിഡ്സിൻ്റെ പിക്ചർ, ലിക്വിഡ്സിൻ്റെ പിക്ചർ, ഗ്യാസിൻ്റെ പിക്ചർ അല്ലേ? കണ്ടോ? സോളിഡ്സിൽ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് എങ്ങനെ ക്ലോസ്ലി പാക്ക്ഡ് ആണ്. ലിക്വിഡ്സിൽ എങ്ങനെയാണ്? അത്ര തന്നെ ക്ലോസ്ലി അല്ല. ഓക്കെ. ദെൻ ഗ്യാസസ് ആകുമ്പോൾ എന്താണ്? ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് വളരെ ലോങ് ആണ്. അപ്പം അതിനെ
അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം എഴുതാൻ കഴിയും കേട്ടോ. പ്രോപ്പർട്ടീസ് എല്ലാം എഴുതാൻ കഴിയും. അത്രേ ഉള്ളൂ ഈ ഭാഗത്ത് കേട്ടോ. ജസ്റ്റ് പിക്ചർ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സോളിഡ് ആകുമ്പോൾ ക്ലോസ്ലി പാക്ഡ് ആണ്. പിന്നെ ലിക്വിഡ് ആകുമ്പോൾ പിന്നെ ക്ലോസ്ലി അല്ല, കുറച്ച് ലൂസ്ലി പാക്ഡ് ആണ് കമ്പയർഡ് ടു സോളിഡ്. ദെൻ ഗ്യാസസ് ആകുമ്പോൾ ഹൈലി ലൂസ്ലി പാക്ഡ് ആണ് കേട്ടോ. ലൂസ്ലി പാക്ഡ് കേട്ടോ, വെരി ലൂസ്ലി പാക്ഡ് എന്ന് പറയും, ഗ്യാഷ്യസ്. അത്രേ ഉള്ളൂ ആ ഭാഗത്ത് കേട്ടോ. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഉള്ള ഭാഗത്ത് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ടോപ്പിക്സിലോട്ട് എത്തിയിട്ടില്ല നമ്മൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് റീമൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ, ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട്. നമുക്ക് പക്ഷേ സിലബസിൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സിലബസിൽ പ്രത്യേകിച്ചും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്താലോ? അപ്പം നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കേട്ടോ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ കേട്ടോ. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ മുതലാണ്, ശ്രദ്ധിക്കട്ടോ, ഇവിടെ മുതലാണ് നമുക്ക് എക്സാമിന് സാധാരണ ചോദിക്കട്ടോ. എക്സാമിന് സാധാരണ ചോദിക്കട്ടോ. എലമെൻറ്റ്സ്, കോമ്പൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ മിക്സറിൻ്റെ 2 ടൈപ്പിലുണ്ട്. ഹോമോജീനിയസ് മിക്സർ, ഹെട്രോജീനിയസ് മിക്സർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. മാറ്ററിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞേ? ഫസ്റ്റ് വൺ ആണ് എലമെൻറ്റ്സ്, സെക്കൻഡ് വൺ ആണ് കോമ്പൗണ്ട്സ്, തേർഡ് വൺ ആണ് മിക്സ്ചർ അല്ലേ. എന്താ എലമെന്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എലമെന്റ്? എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പീരിയോഡിക് ടേബിൾ എത്ര എലമെന്റ്സ് ഉണ്ട്? 118 അല്ലേ. 118th എലമെന്റ് ഏതാണെന്നറിയോ? ഇല്ല, അതിൻ്റെ പേരാണ് ഒക്ടിയം കേട്ടോ. അപ്പോൾ ആ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ ഉണ്ടാവും, UO എന്നുണ്ടാവും. അതായത് അതിൻ്റെ സിമ്പിൾ കേട്ടോ. ഇതതിൻ്റെ കോമൺ നെയിമാണ് കേട്ടോ. 118th എലമെൻറ്റ്സ് ആണ് ഒക്ടിയം. റെഡിയാണോ? യെസ്. ഇനി പീരിയോഡിക് ടേബിൾ എത്ര എലമെൻറ്റ്സിനെ ഒക്കുപ്പൈ ചെയ്യുന്ന അറിയോ? എത്ര എലമെൻറ്റ്സുകൾ കൊള്ളും പീരിയോഡിക് ടേബിളിൽ? അതായത് പ്രസന്റ് പീരിയോഡിക് ടേബിളിൽ എത്ര എലമെൻറ്റ്സുകളെ ഉൾക്കൊള്ളും അറിയോ? 120. എത്ര ഉൾക്കൊള്ള? 120 കേട്ടോ. 120. അപ്പോൾ ഇനി 2 കൂടെ നമ്മൾ നിലവിലുള്ള പീരിയോഡിക് ടേബിളിൽ ഉൾക്കൊള്ളുള്ളൂ. അപ്പോൾ 121ാമത്തെ ഒരു എലമെൻറ്റ്സ് കണ്ടുപിടിച്ചാലേ എന്താ ചെയ്യുക? അതിൽ ഗ്യാപ്പില്ല, പീരിയോഡിക് ടേബിളിൽ ഗ്യാപ്പില്ല. അപ്പോൾ എന്താ ചെയ്യാന്നറിയോ? പീരിയോഡിക് ടേബിൾ ആകെ പൊളിച്ച് എഴുതേണ്ടി വരും, ആകെ മാറ്റും പീരിയോഡിക് ടേബിൾ മൊത്തത്തിൽ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ വേഗം +1 +2 പാസ്സായിക്കോളി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആഴ്ച പഠിച്ചേണ്ടി വരും പീരിയോഡിക് ടേബിളൊക്കെ. 120നുള്ള സ്പേസേ ഉള്ളൂ കേട്ടോ. 121ാമത്തെ ഒരു എലമെൻറ്റ്സ് കണ്ടുപിടിച്ചാൽ പെട്ടു മക്കളെ, പെട്ടു. നമ്മൾ പഠിച്ച പീരിയോഡിക് ടേബിളൊന്നും അല്ല പിന്നെ പഠിക്കേണ്ടി വരിക, ആകെ പൊളിച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ 120നുള്ള സ്പേസേ ഉള്ളൂ കേട്ടോ. നിലവിൽ 120നുള്ള സ്പേസേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എലമെൻറ്റ്? എലമെൻറ്റ്സ് അല്ല, കോമ്പൗണ്ട്. വാട്ട് ഈസ് കോമ്പൗണ്ട്? 2 എലമെൻറ്റ്സുകൾ കൂടി ചേർന്ന് അല്ലേ, കോമ്പിനേഷൻ ഓഫ് 2 or more എലമെൻറ്റ്സ് അല്ലേ, ആർ കോൾഡ് കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, വാട്ടർ അല്ലേ, അതുപോലെ കാർബൺ മോണോക്സൈഡ് അല്ലേ, അതുപോലെ അമോണിയ. ഇതൊക്കെ കോമ്പൗണ്ടുകൾക്ക് സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഇതൊക്കെ കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 or more എലമെൻറ്റ്സ് ഉണ്ടോ. കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 or more എലമെൻറ്റ്സ്, അതിനെയാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി മിക്സർ എന്ന് പറഞ്ഞാലോ? മിക്സ്ചർ, അതെ, കോമ്പിനേഷൻ ഓഫ് 2 or more സബ്സ്റ്റൻസസ് ഇൻ എനി റേഷ്യോ അല്ലേ. ഫിക്സഡ് റേഷ്യോ വരുന്നുണ്ട്, എനി റേഷ്യോ വരുന്നുണ്ട്. അതിൽ 2 ടൈപ്പ് ഉണ്ട് അല്ലേ മിക്സറിൽ. ഫസ്റ്റ് വൺ ഏതാ? ഹോമോജീനിയസ്. ഓക്കെ, ഹോമോജിനസ്. 2 ഹെറ്റിറോജിനസ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. എക്സാമിന്, പബ്ലിക് എക്സാമിന് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സർ, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്.
ഓക്കെ, അല്ലെങ്കിൽ മിക്സർ ആൻഡ് പ്യുർ സബ്സ്റ്റൻസ്, അങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ മാറ്ററുകളെ മൂന്നായിട്ട് ക്ലാസിഫൈ കേട്ടോ. ഫസ്റ്റ് വൺ എലമെൻറ്റ്സ്, സെക്കൻഡ് വൺ കോമ്പൗണ്ട്, തേർഡ് വൺ മിക്സ്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മിക്സറിനെ കുറിച്ചാണ് കേട്ടോ. മിക്സർ അല്ല, എലമെൻറ്റ് കേട്ടോ, എലമെൻറ്റ്. അവിടെ ഒന്ന് ക്ലിയർ ചെയ്യണേ. മിക്സർ അല്ല, അവിടെ എലമെൻറ്റ്സ് എന്നാക്കണേ. അവിടെ എലമെൻറ്റ്സ് എന്നാക്കണം കേട്ടോ. അപ്പോൾ എലമെൻറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കട്ടോ. ആൻ എലമെന്റ് ഈസ് എ പ്യുർ സബ്സ്റ്റൻസ്. എലമെന്റ് എന്താണ്? ഒരു പ്യുർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് കേട്ടോ. എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്യുർ ആയിട്ടുള്ള സബ്സ്റ്റൻസ്. ഓക്കെ, ഇറ്റ് കാനോട്ട് ബി ബ്രേക്ക് ഡൗൺ ഇൻടു 2 or more സിംപ്ലർ സബ്സ്റ്റൻസ് ബൈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്. ഫിസിക്കൽ മെത്തേഡ് വഴിയും കെമിക്കൽ മെത്തേഡ് വഴിയും അതിനെ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂല. അതിന് പറയുന്ന പേരാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല അതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റംസ്. അതിന് എക്സാമ്പിളാണ് കോപ്പർ, ഗോൾഡ്, സിൽവർ, അയൺ. ഇപ്പോൾ കോപ്പറിൻ്റെ ഫോർമുല നമുക്കറിയാം അല്ലേ? എന്താ കോപ്പറിൻ്റെ ഫോർമുല? Cu. സിൽവറിൻ്റെ ഫോർമുല Ag അല്ലേ? ഗോൾഡിൻ്റെ ഫോർമുല Au കേട്ടോ, Au. അയണിൻ്റെ ഫോർമുല Fe കേട്ടോ, Fe. ഫറസ് എന്നുണ്ടോ? ഫറസ്. റെഡി അല്ലേ? ഫറസ്. അപ്പോൾ എലമെൻസുകളുടെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അവിടെ മിക്സർ എന്നല്ല കേട്ടോ, എലമെൻറ്റ്സ് എന്നാക്കണം കേട്ടോ. എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പ്യുർ സബ്സ്റ്റൻസ് ആണ്. മാത്രമല്ല അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? 2 or more സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂല. മാത്രമല്ല അത് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റംസ് കൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കോപ്പറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ആരേ ഉണ്ടാവുള്ളൂ? കോപ്പർ തന്നെ ഉണ്ടാവുള്ളൂ. വേറെ 1-2 ആറ്റംസ് ഉണ്ടാവില്ല, ഒറ്റ ആറ്റംസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, കോപ്പർ എന്നുള്ളൊരു ആറ്റം തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സിൽവർ എന്ന് പറഞ്ഞൊരു ആറ്റം തന്നെ ഉണ്ടാവുള്ളൂ. അയൺ എന്ന് പറഞ്ഞൊരു ആറ്റം തന്നെ ഉണ്ടാവുള്ളൂ. അതൊരു പ്യുർ സബ്സ്റ്റൻസ് ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഓൺലി ഒരു ടൈപ്പ് ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എലമെൻസിൻ്റെ പ്രത്യേകതകൾ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്താണെന്ന് പറയുക, നോട്ട് ബുക്കിലോട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഇവിടെ മുതലാണ് ശരിക്കും നമുക്ക് സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മറ്റേതൊക്കെ സിലബസിലുള്ളതാണെങ്കിൽ കൂടി നമുക്കറിയുന്നതാണ്. പക്ഷേ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. എലമെൻസും കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതൊക്കെ ചോദിക്കുന്ന ഭാഗമാണ്. അപ്പോൾ എലമെൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ഒരു നോട്ട് ബുക്ക് എടുത്ത്, ഒരു പുതിയൊരു ഫ്രഷ് നോട്ട് ബുക്ക് എടുത്തിട്ട് എലമെൻസ് എന്നുള്ളൊരു ടോപ്പിക്സ് എഴുതി വെക്കുക കേട്ടോ. അതിൻ്റെ പ്രത്യേകതകൾ എഴുതി വെക്കുക. വരക്കണ്ട. ഓക്കെ, വരച്ചാൽ കാണൂല അല്ലേ? ഓക്കെ, ഞാൻ വരക്കൂല കേട്ടോ. ഓക്കെ, ഞാൻ ഇന്ന് ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ PDF വിട്ട് തരാൻ പറയാം കേട്ടോ. അത് നല്ല തീരുമാനമല്ലേ? ഇതിൻ്റെ PDF ഞാൻ വിട്ട് തരാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി പിന്നെ വേണ്ട ടോപ്പിക്സുകൾ എഴുതിയെടുക്കാം കേട്ടോ. ഏതൊക്കെ എഴുതിയെടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ എലമെൻറ്റ്സ് നിർബന്ധമായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. കാരണം ചോദിക്കുന്ന ഭാഗമാണ്. അപ്പോൾ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയേ. ഒരു എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്യുർ സബ്സ്റ്റൻസ് ആണ്. അതിനെ ഫിസിക്കൽ ഓർ കെമിക്കൽ മെത്തേഡ് വൈസ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഒരു ടൈപ്പ് ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ എക്സാമ്പിളുകൾ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അയൺ, അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസുകളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. ആൻ എലമെൻറ്റ് ഈസ് എ പ്യുർ സബ്സ്റ്റൻസ്. ഇറ്റ് cannot be broke down into 2 or more simpler substance by physical and chemical means. അല്ലെങ്കിൽ മെത്തേഡ് എന്ന് എഴുതിയാലും മതി കേട്ടോ, മെത്തേഡ്. ഓക്കെ, തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റംസ്. എക്സാമ്പിൾ കോപ്പർ, സിൽവർ, ഗോൾഡ്, അയൺ, എക്സെട്ര. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ എലമെൻറ്റ്സ്. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ അല്ലേ? എന്ന് വെച്ചാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം കേട്ടോ. സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 അതിൽ കൂടുതലോ സബ്സ്റ്റൻസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റൂല. കാരണം അതിലാകെ ഒരു ഒറ്റ ആറ്റം ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ നോക്കാതെന്ന് പറഞ്ഞേ. ആ 3 പോയിന്റുകൾ സ്ക്രീനിൽ നോക്കാതെന്ന് പറഞ്ഞേ.
ആൻ എലമെന്റ് കേട്ടോ, ആറ്റല്ല എലമെന്റ് കേട്ടോ. എലമെന്റ് ഈസ് എ പ്യുർ സബ്സ്റ്റൻസ്, അല്ലെ, ഒരു പ്യുർ സബ്സ്റ്റൻസ്. രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ്, അതെ, ഇറ്റ് cannot be break up into it cannot be break up into two or more simpler substance by physical and chemical method, അല്ലേ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ് വഴി എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ രണ്ട് സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ് പറഞ്ഞേ. അതെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റംസ്. അപ്പോൾ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 ഒരു മാർക്കായി. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ, 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ്, പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ എന്നാൽ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോട്ടെ. അപ്പോൾ ഇതാണ്, ഒരുപാട് എലമെൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ഓരോന്നിൻ്റെ പേരുകളൊന്ന് പറഞ്ഞേ. ഓരോന്നിൻ്റെ പേര് പറഞ്ഞേ. CR എന്ന് പറഞ്ഞാൽ ഏതാ? വാട്ട് ഈസ് CR? ക്രോമിയം. Mg മഗ്നീഷ്യം. Fe അയൺ. Se അതിൻ്റെ പേരാണ് സെലീനിയം കേട്ടോ. എന്താ പേര്? സെലീനിയം. സെലീന എന്ന് ഓർത്താൽ മതി കേട്ടോ. സെലീന, സെലീനിയം. സെലീന ഉണ്ടോ ഇതില്? F എന്താ? F ഫ്ലൂറി. Cu കോപ്പർ. Na Ca Zn സിങ്ക്, അല്ലേ. ഗുഡ്, സിങ്ക്. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റ്സുകളൊക്കെ അറിയോ? എത്ര എലമെന്റ്സുകൾ അറിയും? മുഴുവൻ അറിയില്ല, കുറച്ചൊക്കെ അറിയോ? കോഡൊക്കെ അറിയോ? ഏതിന്റെ കോഡ് അറിയാം? ഫസ്റ്റ് ഗ്രൂപ്പില്ലേ, ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ഏതൊക്കെ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്, ആൽക്കലി മെറ്റൽസ്, അല്ലേ. അറിയോ? ഏതൊക്കെ പറഞ്ഞേ? പറഞ്ഞേ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതിന്റെ കോഡ് അറിയോ? ഞാനൊരു കോഡ് പറഞ്ഞിട്ടെ. ആ കോഡ് പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾ മറക്കൂല. അപ്പം നിങ്ങൾ ചോദിക്കും എന്ത് ഇനിയുണ്ടോ അങ്ങനത്തെ കോഡ് എന്ന്. ഞാൻ ഒരു കോഡേ പറഞ്ഞു തരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ കോഡ് ഇതാണ് കേട്ടോ. ലീ ന ക്ക് റോബർട്ട് ക്രോസ് ഫ്രണ്ട്. അതാണ് അതിൻ്റെ കോഡ് കേട്ടോ. എന്താ കോഡ് പറഞ്ഞേ? പറയൂ. ലീനക്ക് റോബർട്ട് ക്രോസ് ഫ്രണ്ട്. അതോ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സുകൾ ലിഥിയം, ഫ്രാൻസിയം. എലമെന്റ്സ് ഫ്രാൻസിയം കേട്ടോ. ഫ്രാൻസിയത്തിന് പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് എലമെന്റ് ആണ് പീരിയോഡിക് ടേബിൾ. ഏറ്റവും ബിഗ്ഗസ്റ്റ് എലമെന്റ് ആണ് ഫ്രാൻസിയം കേട്ടോ. ഓക്കെ, ഹൈഡ്രജൻ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ല കേട്ടോ. ഹൈഡ്രജൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ അല്ല ഉള്ളത്. ഹൈഡ്രജന്റെ പൊസിഷൻ ഇപ്പോഴും എന്തായിട്ടില്ല, ഫിക്സഡ് ആയിട്ടില്ല കേട്ടോ. കൺഫേം ആയിട്ടില്ല. ഇനി ഹൈഡ്രജൻ ഉണ്ട് നോക്കാം. അപ്പൊ ഹലീനക്ക് നോക്കിയാൽ മതി. ഹലീനക്ക് റോബർട്ട് ക്രോസ് ഫ്രണ്ട് പോരെ? ഹലീനക്ക് റോബർട്ട് ക്രോസ് ഫ്രണ്ട്. അപ്പൊ ഇങ്ങനെ പഠിച്ചാലുള്ള മെച്ചം എന്താണെന്നറിയോ? പിന്നെ നിങ്ങൾ പിന്നെ മറക്കൂല ഒരിക്കലും. അതിലുള്ള എലമെന്റ്സുകൾ മറക്കൂല. കാരണം ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം നമുക്ക് 6 ചാപ്റ്റർ പീരിയോഡിക് ടേബിളിനെ ബേസ് ചെയ്തിട്ട് പഠിക്കാണ്ട്. 6 ചാപ്റ്ററുകൾ. ഒന്ന് ഫസ്റ്റ് ഇയറിൽ ഉള്ളത് ഏതൊക്കെയെന്നറിയോ? ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്, 3ാമത്തെ ചാപ്റ്റർ. പിന്നെ ഒരു എസ് ബ്ലോക്ക് എലമെന്റ്, അത് 11ാമത്തെ ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ. പിന്നെ ഒരു പി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, 10ാമത്തെ ചാപ്റ്റർ. ഓക്കെ, പി ബ്ലോക്ക് എലമെന്റ്സ്. പിന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ് ഉണ്ട്. ഓക്കെ, ഡി ബ്ലോക്ക് എലമെന്റ് ഉണ്ട്, എഫ് ബ്ലോക്ക് എലമെന്റ് ഉണ്ട്. അതൊക്കെ ഓരോ ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലുള്ള എലമെന്റ്സുകൾ അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോഡ് ഓർത്ത് വെക്കാം കേട്ടോ, നിർബന്ധമായിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, എന്താ കോഡ് പറഞ്ഞേ? ലീനക് റോബർട്ട് ക്രോസ് ഫ്രണ്ട് പറഞ്ഞേ. ഏത് ഗ്രൂപ്പിന്റെ കോഡാ? ഏത് ഗ്രൂപ്പാ? ഫസ്റ്റ് ഗ്രൂപ്പിന് എന്താ പറയാ? ആൽക്കലി മെറ്റൽസ് കേട്ടോ. ആൽക്കലി മെറ്റൽസ് റെഡി അല്ലേ? ആൽക്കലി മെറ്റൽസിന് പറയുന്ന പേരാണ് ലീനക് റോബർട്ട് ക്രോസ് ഫ്രണ്ട്. അല്ലെങ്കിൽ ഒരു കോഡും കൂടെ ഉണ്ട്, ഏതാണെന്നറിയോ? വേണോ? രണ്ടാമത്തെ കോഡ് എന്താ അറിയോ? ലീനക്ക് റബ്ബർ ഷീറ്റ് ഫ്രീ. അങ്ങനെ പഠിച്ചാലും മതി. എന്താണ്? ലീനക്ക് റബ്ബർ ഷീറ്റ് ഫ്രീ.
ആ റബ്ബർ ഷീറ്റ് ഫ്രീ. ഷീറ്റ് എന്നുള്ളത് സീഷ്യം കേട്ടോ, സീഷ്യം CS. ഓക്കെ, ഫ്രീ എന്നുള്ള ഫ്രാൻസിയം. ഓക്കെ ആണോ? അപ്പോൾ അതൊക്കെ റഫായിട്ടൊരു പേജിൽ എഴുതിയെടുത്തോളൂ, നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ ഓരോ ചാപ്റ്ററുകളിൽ നമുക്കിത് പഠിക്കാണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഏതൊക്കെയെന്ന് പറയുമോ? സെക്കൻഡ് ഗ്രൂപ്പ് ലിഥിയം അല്ലല്ലോ, ലിഥിയം നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ. ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇത്ര എലമെന്റ്സ് ആണ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ളത് കേട്ടോ. സെക്കൻഡ് ഗ്രൂപ്പിന് പറയുന്ന പേരെന്താ? സെക്കൻഡ് ഗ്രൂപ്പിന് പറയുന്ന പേര്, ഫസ്റ്റ് ഗ്രൂപ്പിന് ആൽക്കലി മെറ്റൽസ്, അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് കേട്ടോ. ഗുഡ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് കേട്ടോ. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇതിനൊരു കോഡ് പറയുമോ നിങ്ങൾ? നല്ല രസമുള്ളൊരു കോഡ്. 2 കോഡ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ 10-15 ആളില്ലേ, എല്ലാവരും കൂടെ ഒരു കോഡ് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഞങ്ങൾക്ക് 2 കോഡ് പറഞ്ഞുതരാം. ബെഞ്ചിലിരിക്കുന്ന അത് പറ്റും, നല്ല കോഡാ, നല്ല കോഡ്, ഗുഡ്. വേറെ ആരത്തേലും കോഡുണ്ടോ നിങ്ങളടുത്ത്? നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാരാണ്. ഞാൻ മേലെ കാണുമ്പോൾ നിങ്ങൾ മാനത്ത് കാണും, അങ്ങനത്തെ ആൾക്കാരാണ്. പുതിയ ന്യൂ ജനറേഷൻ അല്ലേ, നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ. അപ്പം നിങ്ങളിതൊക്കെ അടിപൊളി കോഡ് ഉണ്ടാവും. അപ്പം എനിക്ക് വേറെ സ്ഥലത്ത് പോയി പറഞ്ഞു കൊടുക്കാമല്ലോ. പറയും, ഇനി വേറെ ആരത്തേലും ഉണ്ടോ അതേപോലത്തെ കോഡുകൾ? നല്ല കോഡാണ്. ഇല്ലെങ്കിൽ പറയും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്തുള്ള കോഡ് പറയും, ലോക്കലായിട്ടുള്ള കോഡ് ഞാൻ പറയും. ഉണ്ടോ? ഞാൻ പറയട്ടെ എന്നാ. ഓക്കെ, ആദിൽ ഷെരീഫ് ഇല്ല. ഓക്കെ, എന്നാൽ ശ്രദ്ധിക്കട്ടോ. കോഡ് ഇതാണ്, ഭീമ ഗോൾഡ്. ഏതാ? ഭീമ ഗോൾഡ് കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷാണ് ആണ് അതിൻ്റെ കോഡ് കേട്ടോ. എന്താ കോഡ് പറഞ്ഞേ? പറയൂ. റഷ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണെന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ കോഡ് കേട്ടോ. ഭീമ ഗോൾഡ് കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷാണ്. കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഒരു പേപ്പർ ഒരു റഫായിട്ട് എഴുതിയെടുത്തോളൂ കേട്ടോ, നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. ഭീമ ഗോൾഡ് കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷാണ് കേട്ടോ. റെഡിയാണോ? ഒരു കോഡും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഒരു കോഡും കൂടെ പറഞ്ഞു തരട്ടെ. അപ്പോൾ രണ്ടാമത്തെ കോഡ് ഇതാണ്, ശ്രദ്ധിക്കട്ടോ. ബെന്നിയും മജീദും കാറിൽ ശ്രീനിവാസന്റെ ബാഗ് റെയ്ഡ് ചെയ്തു. അതാണ് രണ്ടാമത്തെ കോഡ്. പറഞ്ഞേ, ബെന്നിയും മജീദും കാറിൽ ശ്രീനിവാസന്റെ ബാഗ് റെയ്ഡ് ചെയ്തു. അപ്പോൾ ഏത് കോഡാണ് വേണ്ടേ? ഫസ്റ്റ് പറഞ്ഞാണോ സെക്കൻഡ് പറഞ്ഞാണോ? ഏതായാലും പഠിച്ചാൽ മതി. പഠിക്കണത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരും രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ഏതൊക്കെ. ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു കേട്ടോ, അന്ന് തന്നെ പഠിച്ചു വെക്കുക. ഇതൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും. ഫസ്റ്റ് ഇയറിൽ ഉപകാരപ്പെടും, സെക്കൻഡ് ഇയറിൽ ഉപകാരപ്പെടും. അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെ കോഡ് ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓരോ ഗ്രൂപ്പിൻ്റെ കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രൂപ്പും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ. ഒറ്റ ഗ്രൂപ്പും കൂടെ. ഫസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞു, സെക്കൻഡ് ഗ്രൂപ്പ് പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കോഡ് പറഞ്ഞേ. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കോഡ് പറഞ്ഞേ. ലീനെക്ക് റോബർട്ട് ക്രോസ് ഫ്രണ്ട്, അല്ലെങ്കിൽ ലീനെക്ക് റബ്ബർ ഷീറ്റ് ഫ്രീ. എലമെന്റ്സ് ഏതൊക്കെ പറഞ്ഞ? എലമെന്റ്സ് അതെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം കേട്ടോ. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സുകൾ പറഞ്ഞ എലമെന്റ്സുകൾ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം കേട്ടോ. കോഡ് പറഞ്ഞേ. ഭീമ ഗോൾഡ് കാലിക്കറ്റ് ഷോറൂം ഭയങ്കര റഷാ, അല്ലെങ്കിൽ ബെന്നിയും മജീദും കാറിൽ ശ്രീനിവാസന്റെ ബാഗ് റൈഡ് ചെയ്തു കേട്ടോ. ഇനി ഒരു ഗ്രൂപ്പും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഗ്രൂപ്പ് 16. അപ്പം ഇങ്ങനെ ഓരോ ക്ലാസ്സിലും ഓരോ കോഡുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ചാപ്റ്ററിലേക്ക് പോകും കേട്ടോ. 16ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി കേട്ടോ. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഏതൊക്കെ എലമെന്റ്സ് പറഞ്ഞേ? പറയൂ. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഒന്നുകൂടെ. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. റെഡിയാണോ? ഒരു കോഡ് പറയോ? അതിന് ഇഷ്ടം പോലെ കോഡുണ്ട്. കുട്ടികളെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന കോഡ് ഈ ഗ്രൂപ്പാണ്, 16ാമത്തെ ഗ്രൂപ്പ്. ഇഷ്ടംപോലെ കോഡുണ്ട്. ഒരു 1000 കോഡൊക്കെ ഉണ്ടാവും മിനിമം. നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി എനിക്ക്.
ഒരു കോഡ് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിക്കേ പെട്ടെന്ന്. തെണ്ടി നടന്നപ്പോൾ പോലീസ് പിടിച്ചു. ഓക്കെ, നല്ല കോഡാ. ഓസിക്ക് സെക്കൻഡ് ഷോ കണ്ട് നടന്നു തെണ്ടി നടന്നപ്പോൾ പോലീസ് പിടിച്ചു. അടിപൊളി കോഡ്. ഗുഡ് ഗുഡ്. ആരാ പറഞ്ഞേ? ജിത. ഓക്കെ, ഗുഡ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് അടിപൊളി 2 കോഡ് പറഞ്ഞുതരാം. നിങ്ങൾ പിന്നെ ജീവിതത്തിൽ മറക്കൂല കോഡ്. അങ്ങനത്തെ കോഡേക്കാ. ഒലക്ക അറിയോ? ഒലക്ക കേട്ടോ. ഒലക്ക സഞ്ചിയിലിട്ട് സെലീന തെണ്ടാൻ പോയിട്ടോ. ഓക്കെ, എന്താ കോഡ് പറയും മക്കളെ? ഒലക്ക സഞ്ചിയിലിട്ട് സെലീന തെണ്ടാൻ പോയി. അപ്പം നിങ്ങൾക്ക് അവിടെ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും, ഒലക്ക സഞ്ചിയിൽ കൊള്ളുമോ എന്നുള്ളത്. അത് വലിയ സഞ്ചിയാണ് കേട്ടോ, ഒലക്ക കൊള്ളുന്ന സഞ്ചിയാണ്. ഒലക്ക നിങ്ങൾ കണ്ടിക്കണോ? ഇപ്പോഴത്തെ കുട്ടികളോട് അങ്ങനെ ചോദിക്കണം. അതാണ് അങ്ങനെ ചോദിക്കണത്. ഒലക്ക ചിലപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാവും. കണ്ടിക്കണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരലുണ്ടോ വീട്ടിൽ? അപ്പോൾ ഈ പുതിയ കയറി താമസമൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലിപ്പോൾ ഒലക്കി ഒരലൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ ചോദിക്കാൻ കാരണം കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ കോടെന്താ? ഒലക്ക സഞ്ചിയിലിട്ട് സെലീന തെണ്ടാൻ പോയി. റെഡി അല്ലേ? അടിപൊളി കോഡല്ലേ? ഇനി ഒരു കോഡും കൂടെ പറഞ്ഞിട്ടെ. കേട്ടോളി കേട്ടോ. ഓട്ടോക്കാരൻ സെലീന തേച്ചിട്ട് പോയി. അങ്ങനെ ഉണ്ടാവും. അത് അതിലേറെ വലിയ പൊളി അല്ലേ? അതാണ് അതിൻ്റെ കോഡ് കേട്ടോ. ഓട്ടോക്കാരൻ സെലീന തേച്ചിട്ട് പോയി കേട്ടോ. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? അപ്പം ഇങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ കോഡുകളുണ്ട്. അപ്പം നമ്മളത് പറയാൻ നിന്നാൽ ഇന്ന് ചാപ്റ്റർ നീങ്ങൂല. അതും അങ്ങനെ എടുക്കണോ സാറേ? റെഡി അല്ലേ? ഓട്ടോക്കാരൻ സെലീന തേച്ചിട്ട് പോയി. നല്ല കോഡല്ലേ? ഇനി വേണോ കോഡ് ഇങ്ങനത്തെ? ഇനിയുണ്ട് കുറേ. ആയിക്കോട്ടെ, ഇനി നമുക്ക് വേറെ ദിവസം ആക്കാം അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ഈ 3 പഠിച്ചു കേട്ടോ. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 16 കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. അതാണ് എലമെൻറ്റ്സ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എലമെൻറ്റ്സ് ആണ്. പീരിയോഡിക് ടേബിൾ 118ഓളം എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ 118ാമത്തെ എലമെൻറ്റ്സ് ആണ് ഒക്ടിയം. അതിൻ്റെ സിമ്പൽ UUO. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ 1ാമത്തെ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു, 2ാമത്തെ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു, 16ാമത്തെ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഓരോ ദിവസം ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബേർഡൻ ആവില്ല, സിമ്പിളായിട്ട് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്ത കോമ്പൗണ്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. കോമ്പൗണ്ടുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോമ്പൗണ്ട്സ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, എലമെൻസുകൾ കൂടി ചേർന്നിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവുക. അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 or more elements combined chemically in fixed proportion. അതാണ് കോമ്പൗണ്ട്സിൻ്റെ ഡെഫിനിഷൻ കേട്ടോ. മാത്രമല്ല അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇപ്പോൾ ഒരുപാട് എക്സാമ്പിളുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ എക്സാമ്പിളുകൾ? വാട്ടർ അല്ലേ, അമോണിയ CH4, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ H2SO4 അല്ലേ, HCl അല്ലേ. എന്താ H2SO4? സൾഫ്യൂരിക് ആസിഡ്. ഇതിന് വേറൊരു പേര് പറയും. എന്താ സൾഫ്യൂരിക് ആസിഡിന് പറയുന്ന വേറൊരു പേര് അറിയോ? അതിൻ്റെ പേരാണ് എന്തെന്നറിയോ? കിങ് ഓഫ് കെമിക്കൽസ്. എന്താ പറയാ? കിങ് ഓഫ് കെമിക്കൽസ് കേട്ടോ. രാസവസ്തുക്കളുടെ രാജാവാണ് കേട്ടോ സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, രാസവസ്തുക്കളുടെ രാജാവാണ് ആര്? സൾഫ്യൂറിക് ആസിഡ് കേട്ടോ. HCl എന്ന് പറയുന്നത് ഏതാ? HCl വീര്യം കൂടിയോണ്ടല്ല, ഈ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാന്നറിയോ, ഒരുവിധം കെമിക്കൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഈ സൾഫ്യൂരിക് ആസിഡ് ഒരുവിധം എല്ലാ കെമിക്കൽസിലും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ രാസവസ്തുക്കളുടെ രാജാവ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ വീര്യം കൂടിയോണ്ടല്ല കേട്ടോ. ഈ സൾഫ്യൂരിക് ആസിഡിലേറെ വീര്യം കൂടിയതാണ് HCl, അതുപോലെ HNO3 കേട്ടോ. HNO3 അതിലേറെ വീര്യം കൂടിയതാ. ഓക്കെ, എന്താ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. HNO3 നൈട്രിക് ആസിഡ്. ഗുഡ്. ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് നൈട്രിക് ആസിഡ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട് അല്ലേ? കെമിസ്ട്രിയെ കുറിച്ച് അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ട്. ഓക്കെ, ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ,
അപ്പോൾ ഇത്രേ ഉള്ളൂ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കാൻ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 പോയിന്റാണ് അതിൽ എഴുതേണ്ടത്. ഒന്ന്, എ കോമ്പൗണ്ട് ഈസ് എ പ്യുർ സബ്സ്റ്റൻസ്. എ കോമ്പൗണ്ട് ഈസ് എ പ്യുർ സബ്സ്റ്റൻസ്. ഇനി എങ്ങനെയാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുക? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് 2 or more എലമെന്റ്സ് ഇൻ ഫിക്സഡ് റേഷ്യോ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more എലമെന്റ്സ് കമ്പൈൻഡ് ഇൻ ഫിക്സഡ് റേഷ്യോ അല്ലെങ്കിൽ ഫിക്സഡ് പ്രൊപ്പോർഷൻ. എങ്ങനെ എഴുതിയാലും മതി കേട്ടോ. നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാം, ഇതുപോലെ തന്നെ എഴുതണം എന്നൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം അത്രയും നമുക്ക് കോമ്പൗണ്ട്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാമല്ലോ കേട്ടോ. കോമ്പൗണ്ട്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്ത് വെക്കാം. എക്സാമ്പിളുകൾ നമുക്ക് ഇഷ്ടംപോലെ എഴുതാം കോമ്പൗണ്ടിന്. എലമെൻറ്റുകൾ കൂടി ചേർന്ന എല്ലാം കോമ്പൗണ്ടുകളാണ്. വാട്ടർ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ അതിൽ പെട്ടതാണ് കേട്ടോ, കോമ്പൗണ്ടുകളിൽ പെട്ടതാണ്. അപ്പോൾ എളുപ്പമല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോട്ടെ. അപ്പോൾ കോമൺ കെമിക്കൽ കോമ്പൗണ്ടുകൾ കണ്ടോ? വാട്ടർ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ? അപ്പോൾ വാട്ടറിലുള്ള എലിമെന്റ്സുകൾ നമുക്കറിയാം, ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? അമോണിയയിലുള്ള വാട്ടറിന്റെ ഷേപ്പ് ഏതാണെന്നറിയോ? ഇതാണ് വാട്ടറിന്റെ ഷേപ്പ്. ഈ ഷേപ്പിന്റെ പേരറിയോ? ഇല്ല. ഈ വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ ആണ് എത്രയെന്നറിയോ? 104.5 ഡിഗ്രി കേട്ടോ. എത്രയാണ്? 104.5 ഡിഗ്രി. ഇതിന്റെ ഷേപ്പ് ഏതാണെന്നറിയോ? ബെൻഡ് ഷേപ്പ് കേട്ടോ, അല്ലെങ്കിൽ വി ഷേപ്പ്. 2 എഴുതിയാലും ശരി തന്നെയാണ് കേട്ടോ. ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ്, ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ്. അപ്പോൾ വാട്ടറിന്റെ ഷേപ്പ് ഏതാ? ഷേപ്പ് ഓഫ് വാട്ടർ. ഓക്കെ, ബെൻഡ് ഓർ വി ഷേപ്പ് കേട്ടോ. ബെൻഡ് ഓർ വി ഷേപ്പ്, ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോണ്ട് ആംഗിൾ മറക്കരുത്, 104.5 കേട്ടോ. 104.5, 104.5 ഡിഗ്രി. റെഡിയാണോ? ഇനി അമോണിയന്റെ ഷേപ്പ് ഏതാ? അമോണിയന്റെ ഷേപ്പ്, അമോണിയ എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജനും 3 ഹൈഡ്രജനും അല്ലേ? ഇവിടെ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവും കേട്ടോ. ഈ ഷേപ്പിന്റെ പേരെന്താ അറിയോ? പിരമിഡൽ ഷേപ്പ് കേട്ടോ. എന്താ പേര്? പിരമിഡൽ ഷേപ്പ്. ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി കേട്ടോ. ഇത് രണ്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ടറിന്റെ ഷേപ്പ് ബെൻഡ് ഓർ വി ഷേപ്പ് കേട്ടോ, ബെൻഡ് ഓർ വി ഷേപ്പ്. അമോണിയന്റെ ഷേപ്പ് പിരമിഡൽ ഷേപ്പ് കേട്ടോ. ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി കേട്ടോ. വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി കേട്ടോ. 104.5 ഡിഗ്രി. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഷേപ്പ് അറിയോ? സ്ട്രെയിറ്റ് ലൈനോ? നമ്മൾ മാത്സ് അല്ല പഠിക്കണത്, നമ്മൾ കെമിസ്ട്രിയാണ്. ഇതാണ് ഷേപ്പ്. ഈ ഷേപ്പിന് ഒരു പേര് പറയാം, എന്താണെന്നറിയോ? പ്രശ്നമാക്കണ്ട, അതൊക്കെ നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. ഒരു ചാപ്റ്ററിൽ നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പം തന്നെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആ സമയത്ത് വളരെ ഈസി ആയിരിക്കും കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഷേപ്പ് ഏതാണെന്നറിയോ? ഈ ഷേപ്പ് ഏതാ? ഇത് 180 അല്ലേ? ഇവിടെ ബോണ്ട് ആംഗിൾ 180 അല്ലേ വരിക? 180 വന്നാൽ ആ മോളിക്യൂൾ ലീനിയർ ഷേപ്പ് ആയിരിക്കും കേട്ടോ. ലീനിയർ ഷേപ്പ്. 107. ബെറ്റ്വീൻ കേട്ടോ. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ. ഓക്കെ, മൊത്തമായിട്ടല്ല, അതിൻ്റെ ഇടയിലുള്ള. അതുപോലെ തന്നെ ഈ 104.5 ഡിഗ്രി പറഞ്ഞാൽ ഇവിടെയുള്ള ആംഗിളാണ്, ഇവിടെയുള്ള ആംഗിളാണ്. ഓക്കെ, ഇവിടെ 2 ലോൺ പെയർ വരുന്നുണ്ട്, ലോൺ പെയർ വാട്ടറിൽ. ഓക്കെ, ഈ ലോൺ പെയർ എന്താണ്, ബോണ്ട് പെയർ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ബോണ്ട് പെയർ, ലോൺ പെയർ. എന്താ ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ? കേട്ടുകണോ? ബോണ്ട് പെയർ എന്ന് പറഞ്ഞാലേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകൾ കേട്ടോ, അതിനെയാണ് ബോണ്ട് പെയർ എന്ന് പറയുന്നത്. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകൾ. എന്നാൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോണുകളാണ് ലോൺ പെയർ. മനസ്സിലായോ? ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളെ ബോണ്ട് പെയർ എന്നും ബോണ്ട് പെയർ ഇലക്ട്രോൺ എന്നും, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോണുകളെ ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറയും. ലോൺ എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റയ്ക്ക് എന്നല്ല അർത്ഥം അല്ലേ? ലോനലിനെസ് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നർത്ഥം. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ. അപ്പോൾ അമോണിയ നോക്കാം. അമോണിയ നൈട്രജനുമായിട്ട് കൂടി ചേർന്നല്ലേ? ഒരു നൈട്രജനും 3 ഹൈഡ്രജനും അല്ലേ? അങ്ങനെയല്ലേ അമോണിയ ഉണ്ടാവുക?
അതെ. അപ്പൊ ഈ നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം അല്ലേ? നൈട്രജന്റെ ആറ്റമിക് നമ്പർ എ അല്ലേ? അപ്പൊ 1s2 2s2 2p3 ഇങ്ങനെ എഴുതാം. അപ്പൊ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? കുയ് വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ. അപ്പോൾ ഒരു നൈട്രജൻ, ആ നൈട്രജനിൽ 5 ഇലക്ട്രോൺ ഉണ്ട് കേട്ടോ. 5 ഇലക്ട്രോൺ ഉണ്ട്, 5 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു ബോണ്ട് ആവും. ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഹൈഡ്രജൻ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു ബോണ്ട് ആവും. പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു ബോണ്ട് ആവും. അപ്പോൾ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത എത്ര ഇലക്ട്രോണാ? ടോട്ടൽ 5. അതിൽ എത്ര പങ്കെടുത്ത്? 3. 3 പങ്കെടുത്തു. ഇനി പങ്കെടുക്കാത്ത എത്ര ഉണ്ട്? 2. ആ 2 ഈ 2. റെഡി അല്ലേ? അത് ലോൺ പെയർ, അത് ലോൺ പെയർ. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തത് ഇത് ബോണ്ട് പെയർ. റെഡി അല്ലേ? അപ്പൊ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ഇലക്ട്രോണുകൾ ബോണ്ട് പെയർ, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോണുകൾ ലോൺ പെയർ. അപ്പൊ വാട്ടറിന്റെ കേസിൽ എത്ര ഉണ്ടാവും? അപ്പൊ വാട്ടറിന്റെ കേസിൽ എത്ര ഉണ്ടാവും? ലോൺ പെയറും ബോണ്ട് പെയറും. സെൻട്രൽ ആറ്റം ഓക്സിജൻ അല്ലേ? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 അല്ലേ? അപ്പൊ കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്താ? 1s2 2s2 2p4. അപ്പൊ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 6. നമ്മൾ 2 6 എഴുതാ അല്ലെ? 2 6 എഴുതാ. റെഡി. ഇനി വാട്ടറിന്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഓക്സിജന്റെ കയ്യിൽ ടോട്ടൽ എത്ര ഉണ്ട്? 6 ആ. അപ്പൊ അതിൽ എത്ര ബോണ്ടിങ്ങിൽ പങ്കെടുത്തത്? 2. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത എത്ര ഉണ്ട്? 4. അപ്പൊ ബോണ്ട് പെയർ എത്ര? ബോണ്ട് പെയർ 2, ലോൺ പെയർ 4 അല്ലേ? അപ്പൊ ഈ ലോൺ പെയർ ആണിത്. ഇതൊരു ലോൺ പെയർ ആണ്, ഇതൊരു ലോൺ പെയർ. അതിനാണ് വാട്ടറിന്റെ ഷേപ്പ് 104.5 വരുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ, വിശദമായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും കേട്ടോ. അടുത്ത ചാപ്റ്റർ പറഞ്ഞാൽ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ആവശ്യം വരും. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളൂ, ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതല്ല കേട്ടോ. അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. വാട്ടറിൻ്റെ ഷേപ്പ് ബെൻഡ് ഓർ വി ഷേപ്പ് കേട്ടോ. അമോണിയൻ്റെ ഷേപ്പ് പിരമിഡൽ ഷേപ്പ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലീനിയർ ഷേപ്പ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോട്ടെ. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള മിക്സ്ചർ എന്നാട്ടോ. മിക്സ്ചർ അല്ലേ? അപ്പം മിക്സ്ചറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എ മിക്സർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more elements ഓർ 2 or more കോമ്പൗണ്ട്സ്. അല്ലെങ്കിൽ എലമെൻസും കോമ്പൗണ്ടും പാടെ കമ്പൈൻ ചെയ്തത്, അതിനെയാണ് മിക്സർ എന്ന് പറയാം കേട്ടോ. ഓക്കെ, എലമെൻസും കോമ്പൗണ്ടും പാടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 or more എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവും കേട്ടോ. അതാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബ്രാസ്. എന്താ ബ്രാസ് പറഞ്ഞാൽ? ബ്രാസ് പറഞ്ഞാൽ എന്താ? പിച്ചളാന്ന് കേട്ടണോ? പിച്ചള. അതാണ് ബ്രാസ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രോൺസ് പറയുന്നത് എന്താ? ഓട്. ഏതോട്? നമ്മൾ വീടിന്റെ മുകളിൽ വെക്കുന്ന ഓടല്ല. നമ്മളെ ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ ഫസ്റ്റ് പ്രൈസിന് ഗോൾഡ് മെഡൽ കൊടുക്കും അല്ലേ? സെക്കൻഡ് പ്രൈസ് വെങ്കലം അതന്നെ, വെങ്കലം. ഓട്, വെങ്കലം. ഫസ്റ്റ് പ്രൈസിന് ഗോൾഡ് കൊടുക്കൂലേ, സെക്കൻഡ് പ്രൈസിന് വെള്ളി കൊടുക്കൂലേ, തേർഡ് പ്രൈസിന് വെങ്കലം കൊടുക്കുക. വെങ്കലാണ് എന്ത്? ബ്രോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രോൺസ്. ഓക്കെ, അപ്പൊ അത് എന്തിൻ്റെയൊക്കെ മിക്സറാ? കോപ്പറും ടിന്നും കേട്ടോ. ടിന്നിന്റെ ഫോർമുലയാണ് SN കേട്ടോ. ടിൻ. റെഡി അല്ലേ? ടിന്നിന്റെ ഫോർമുല എന്താ? SN കേട്ടോ. PBന്റെ ഫോർമുല എന്താ? വാട്ട് ഈസ് PB? ലെഡ് കേട്ടോ. PB ലെഡ്. ഓക്കെ, അത് ലാറ്റിൻ വേർഡിലാണ് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. ലെഡ്. അപ്പോൾ അത് ഓർത്ത് വെക്കട്ടോ. അപ്പോൾ മിക്സർ ഈസ് മേഡ് അപ്പ് ഓഫ് 2 or more elements ഓർ 2 or more കോമ്പൗണ്ട്സ്. അല്ലെങ്കിൽ രണ്ടും വരാം കേട്ടോ. ഓക്കെ, രണ്ടും വരാം. അപ്പോൾ ഇതാണ് മിക്സർ. അപ്പോൾ എക്സാമ്പിൾ ബ്രാസ്, പിച്ചള കേട്ടോ.
ബ്രാസ് പറഞ്ഞാൽ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും മിക്സറാണ്. അതുപോലെ തന്നെ ബ്രോൺസ് പറഞ്ഞാൽ കോപ്പറും ടിന്നും കേട്ടോ. കോപ്പറും ടിന്നും ആണ് ബ്രോൺസ് എന്ന് പറയുന്നത് കേട്ടോ. കോപ്പറും ടിന്നും, മറ്റേത് കോപ്പർ സിങ്ക് കേട്ടോ. ബ്രാസ്, കോപ്പർ, സിങ്ക്, ബ്രോൺസ്, കോപ്പർ, ടിൻ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പം ഇന്നെടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഏതെങ്കിലും ഭാഗം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഒരു ഡൗട്ടും ഇല്ലേ? നിങ്ങൾ എത്ര ഉഷാറാ, നിങ്ങൾ ഇത്ര ഉഷാറാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് ഒന്നും കൂടി അടിപൊളിയാക്കാം കേട്ടോ. കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ കൊണ്ട് നമുക്ക് ക്ലാസ് ഉഷാറാക്കാം. ഓക്കെ. കെമിസ്ട്രി പറഞ്ഞാൽ വളരെ വളരെ സിമ്പിളാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായാലേ കെമിസ്ട്രി പഠിക്കാൻ വളരെ ഈസിയാണ്. ഈസി എന്ന് മാത്രമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് കൂടെയാണ്. ഓക്കെ. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ബൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് അനസാർ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് എല്ലാവരും ലീവ് ചെയ്ത് പോകാവൂ എന്ന് ആദ്യം പറയുന്നത്. ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പോൾ അൻസാർ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയൂ കേട്ടോ. ഓക്കെ.